എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് കൃത്യമായിട്ട് അസംബ്ലിയിൽ പറയാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം PM-ശ്രീ പദ്ധതി. PM-ശ്രീ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഒരു തരത്തിലും അനുവദിക്കില്ല, നടത്താൻ അനുവദിക്കില്ല. അങ്ങനെയാണ് ചില നേതാക്കന്മാർ അറബിക്കടലിലേക്കും അതുപോലെ തന്നെ ചവറ്റുകോട്ടയിലേക്കും ഒക്കെ എറിയുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയായി വന്ന ഉടനെ തന്നെ യാതൊരു ജാള്യതയുമില്ലാതെ അത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുക. ഈ ഒരു ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയായിട്ട് ഞങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷം അതിൽ കുറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കുട്ടനാട് MLA-യുടെ മറുപടിയും അതിൻ്റെ തുടർച്ചയുള്ള ഈ ഒരു നിഷേധാത്മകമായ സമീപനവും കാണിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും മാറാൻ തയ്യാറില്ല. മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴും ഇതിലൊരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച നടക്കുന്നില്ല. UDF ഇനി മദ്യനയം തീരുമാനിച്ചതിന് ശേഷം ബഡ്ജറ്റിൽ പാസാക്കിയ കാര്യം നടപ്പിലാക്കണോ നടപ്പിലാക്കേണ്ടിയോ എന്ന് തീരുമാനിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് പാസ്സായി നല്ല രീതിയിലുള്ള ഇളവ് നൽകിക്കൊണ്ടാണ് ഖജനാവിന് 600 കോടിയോളം രൂപ നഷ്ടം വരും. ഇനിയിപ്പോഴതിൻ്റെ അടുത്ത സ്റ്റേജ് ഇതെങ്ങനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കാണാൻ പോവുകയാണ്. ഫിനാൻസ് ബില്ലുമായി വരുമ്പോൾ അതിലൂടി ഉൾപ്പെടുത്തിയെങ്കിൽ പിന്നെ കോടതിയിൽ പോയി ബക്കാടി ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആനുകൂല്യം നേടാൻ യാതൊരു പ്രയാസവും ഇല്ല. ഇങ്ങനെ കോൺഗ്രസോ UDF-ഓ തൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ വാഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു കോൺഗ്രസ് നേതാവ് എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ ഉൾപ്പെടെ വന്ന് VM സുധീരനാണ്. ആ VM സുധീരൻ ഉൾപ്പെടെ KC വേണുഗോപാലൻ അഖിലേന്ത്യാ സംഘടനാകാര്യം കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉൾപ്പെടെ നിശ്ചിതമായ രീതിയിലുള്ള വിമർശനമാണ് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഇക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. നികുതി ഇളവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ വീര്യം കുറഞ്ഞ മദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് വന്നതിന് ശേഷം അദ്ദേഹം നിയമസഭയിൽ ഇതിനെ മൂടിവെക്കുന്നതിന് ഇതിനൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം ഒരു ഫയൽ ഉദ്ധരിക്കുകയുണ്ടായി. അതിന്ന് കേരളത്തിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫയലിനെ സംബന്ധിച്ച്. ആ ഫയലിൽ എന്താണ് എഴുതിയത് എന്ന് ഇന്ന് ചില വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം അത് പ്രസിദ്ധീകരിക്കാതെയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എന്തോ വഴിവിട്ട കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാവാം. ഇവിടെ വളരെ മുമ്പ് തന്നെ ഈ ഗവൺമെൻറ്റിൽ അതിൻ്റെയും മുമ്പിലുള്ള ഗവൺമെൻറ്റിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബക്കാടിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവൺമെൻറ്റിനും അന്നത്തെ ഗവൺമെൻറ്റിന് മുമ്പിലും അപേക്ഷയായിട്ട് വന്നത്. ഞങ്ങളുടെ നിലപാടെന്താ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ്. കേടുന്ന കൊണ്ടൊന്നും വിൽക്കണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ചത് കേരളത്തിൽ പാഴായി പോകുന്ന ഗോവ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, അതാണ് ഫെന്നി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ കശുമാങ്ങ കേരളത്തിൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് മലബാറിൽ അതിൻ്റെ ഒരു സൊസൈറ്റി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലൊരു സൊസൈറ്റി, അതായത് സാധാരണ സഹകരണ മേഖല, ഞങ്ങൾ ഈ ഫെനിയുടെ മാതൃകയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഈ കശുമാങ്ങ ഉപയോഗിച്ച് അതിൻ്റെ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം വേണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള, പിന്നെ പച്ചക്കറി, അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വളരെ ഫലപ്രദമായി അവർ നഷ്ടപ്പെട്ടു പോകുന്ന, ആരും ഉപയോഗിക്കാതെ പാഴായി പോകുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ
കശുമാങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, വില കുറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എക്സൈസ് വകുപ്പും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കത്ത് വരുന്നത്. ആ കത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മെക്കണ്ട ഇന്ത്യ, SDF ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള കത്താണ്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് കത്തുകളും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പയ്യാവൂർ സഹകരണ ബാങ്കിൻ്റെ കത്ത് ഉൾപ്പെടെ എല്ലാം ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ്? അതാണല്ലോ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് ഫലപ്രദമായ പരിശോധനയിലൂടെ റിപ്പോർട്ട് കിട്ടണം എന്നാണ് ഞാൻ എഴുതിയത്. ഇത് ഇന്നത്തെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ നമ്പർ വെച്ച് കൃത്യമായിട്ട് ആ ഫയലിൻ്റെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഉള്ളടക്കം ഇത്രയാണ്: വീര്യം കുറഞ്ഞ മദ്യം എന്നതിനെ സംബന്ധിച്ച് നല്ല നിർവചനം വേണം. നിർവചനം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നികുതി കുറക്കുന്ന നിലപാടിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധം സ്ഥാപിക്കാനാവുക? ഇത് 29/1/2021 കാരണം തീയതി വളരെ പ്രധാനമാണ്. 29/11/2021 ഈ ഫയലിൽ ഞാൻ കണ്ട് എന്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന നിർവചനം കൃത്യമായിട്ട് അവതരിപ്പിക്കണമെന്ന് താഴേക്ക് വിട്ട് അതിനെ തുടർന്ന് 9/1/2022 അപ്പോഴും ഞാൻ മന്ത്രിയല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. 9/2/22 അവിടെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു. ഈ പറയുന്ന ഫയൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതൊക്കെ ഫയൽ ഇപ്പം സ്വകാര്യമാണുള്ള അല്ലല്ലോ, എല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ കഴിയുന്നതാണ്. അത് 9/11/2022 ഇത് നിയമസഭ സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ഈ നിയമസഭാ സബ് കമ്മിറ്റിയിൽ എല്ലാവരുണ്ട്. സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അവരംഗീകരിച്ചു. അതിനെ തുടർന്ന് 11/1/2023 22 കഴിഞ്ഞ് 23 ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് 23/1/2023 അത് ഫയലായി. ഈ പ്രോസസ്സ് മുഴുവൻ അതിന് ശേഷം നടന്ന പ്രക്രിയയാണ്. 23/1/2023 അത് ഫയലായെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ചോ വിൽക്കുമ്പോഴുണ്ടാവുന്ന നികുതി കുറവിനെ സംബന്ധിച്ചോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തതേയില്ല. എത്ര? 3 വർഷവും 5 മാസവും. 3 വർഷവും 5 മാസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ ഫയലിൽ ഉണ്ടായിരുന്ന കാര്യം വെച്ച് ചർച്ച ചെയ്യാതിരുന്ന ഈ പ്രശ്നം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് 3ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഈ ഫയൽ 2-2.5 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരികയാണ്. അതെന്താ ഫയൽ? വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണോ എന്നുള്ള കാര്യത്തില്ല. അത് വിൽക്കുമ്പോൾ നിലവിലുള്ള നികുതിയിൽ നിന്ന് വലിയ ഇളവ് നൽകി 120% നികുതി എത്തിക്കുന്നു. ഖജനാവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന 600ഓളം കോടി ഉറുപ്പിക ഇല്ലാതാക്കുന്നു എന്ന കാര്യം സത്യപ്രതിജ്ഞ ചെയ്ത് 3ാമത്തെ ദിവസം ഈ ഫയൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. 24 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. UDF ചർച്ച ചെയ്തിട്ടില്ല, കോൺഗ്രസ് നേതൃത്വത്തോട് ചർച്ച ചെയ്തിട്ടില്ല. ഇവരോട് ആരോടും ചർച്ച ചെയ്യാതെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായ താല്പര്യമനുസരിച്ചുകൊണ്ടാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ഈ പറയുന്ന 2-3 ദിവസം കൊണ്ട് ഈ ഫയൽ വളരെ വേഗതയിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തുകയും 24 ദിവസം മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിട്ട്
ബഡ്ജറ്റിന് മുമ്പ് ഈ കാര്യം സംബന്ധിച്ച് ഒരു നയത്തെ സംബന്ധിച്ചോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആരെങ്കിലും സംബന്ധിച്ചോ ഒരു ചർച്ചയും നടത്താതെ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഡീലനുസരിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫിനാൻസ് ബില്ല് കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് അവർക്ക് വാങ്ങാനുള്ള എല്ലാ സൗകര്യവും ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഇത് മൂടിവെക്കാനാണ് ഞങ്ങളെന്തോ അപരാധം ചെയ്തിരിക്കുന്നു എന്ന കള്ള പ്രചാരവേല ഇപ്പോൾ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നത്, മാധ്യമങ്ങൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളോട് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാനിന്ന് മനോരമയാണ് കണ്ടത്. മനോരമയിൽ അവർ ആ ഫയലിൻ്റെ കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചതിൽ വേറെ ഒരു കാര്യമില്ല, അതിൻ്റെ വിൽപ്പനയെ സംബന്ധിച്ചില്ല. അതെന്താണെന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്നതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു ഫയലായിട്ട് മാത്രമേ ആ ഫയൽ വായിച്ചു നോക്കി എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതിനെയാണ് ഇവിടെ അന്ന് മുതലേ തുടങ്ങിയിരിക്കുന്നു. അതും ഈ കമ്പനിക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ലഭിച്ച മറ്റ് സഹകരണ മേഖല ഉൾപ്പെടെയുള്ള കമ്പനികൾ, അവരുൾപ്പെടെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കശുമാങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾക്ക് പറയാം. ഇതുപോലെ തന്നെയാണ് ഈ പശ്ചിമഘട്ടം. അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. പരിസ്ഥിതി ലോല പ്രശ്നം എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മുടെ 31 വില്ലേജുകൾ പൂർണ്ണമായും 92 വില്ലേജുകൾ ഭാഗികമായും എല്ലാം വാസസ്ഥലം, സ്കൂളുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ എല്ലാം പൂർണ്ണമായി ഈ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വന്നാൽ ഏതാണ്ട് 45 ലക്ഷത്തോളം വരുന്ന ആളുകളെ കേരളത്തിൽ ബാധിക്കുന്നതാണ്. അവർക്ക് ഒരു നിർമ്മാണ പ്രവർത്തനവും ഈ മേഖലയിൽ നടത്താൻ ഇനി സാധിക്കില്ല. അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതല്ല, തോട്ടങ്ങളായി നിലനിർത്താൻ സാധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഗൗരവതരമായ ഒരു പ്രശ്നം ഈ പശ്ചിമഘട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ സംസാരിക്കുകയാണ്. വിശദമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിലുള്ള നികുതികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന, ഇന്ന് 2 പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്ന, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെയും ഈ കാര്യങ്ങളിൽ തുടക്കം കുറിച്ചിരുന്നു എന്ന കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ അന്നത്തെ എക്സൈസ് മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്താണ് എന്ന നിർവചനം